ആഷിഖ്, അങ്ങനെ നെടുങ്കണ്ടത്തേക്കൊക്കെ പോകുമ്പോൾ സലാമുണ്ട്, സലാമിന് നമുക്ക് ആഷിഖിൽ കഴിഞ്ഞിട്ട് വരാം അല്ലേ? നെടുങ്കണ്ടത്തേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഇനി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളത് നല്ല പണി തന്നെയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇന്ന് എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ? മഴ വലിയ രീതിയിലൊന്നും ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. നൗഫൽ, ജിൽസി, രാവിലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഇത്തരം വെള്ളം കയറിയ വീടുകളിലേക്ക് എത്തുന്ന പാതകൾ തന്നെ ചെളി മൂടിയ സാഹചര്യമാണ്. ആദ്യഘട്ടം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ നാട്ടുകാരൊക്കെ ചേർന്ന് JCB അടക്കം ഉപയോഗിച്ച് പാതകളിൽ വീണിരിക്കുന്ന ചെളി നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. JCB ഉപയോഗിച്ച് മാറ്റുന്ന തരത്തിലേക്ക് വലിയ അളവിൽ ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇത്തരം റോഡുകളിൽ എന്നുള്ളതാണ്. നമ്മൾ ഈ തൊട്ട് താഴെ കാണുന്നത് ഇന്നലെ കരകവിഞ്ഞൊഴുകിയ കല്ലാർ പുഴയാണ്. അതിന് ഓരത്തുള്ള വീടുകളിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറിയിരുന്നു. ഇതിന് തൊട്ടടുത്തുള്ള 2 നില കെട്ടിടത്തിൽ ഒരു നില പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോകുന്ന നിലയിലേക്ക് വെള്ളം കയറി. നമുക്കിവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ കൂടിയുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര വീടുകൾ വെള്ളത്തിനടിയിലായിട്ടുണ്ടാവും? ഇവിടുന്ന് ഒരു 4-5 വീടുകൾ, അതായത് അങ്ങോട്ട് 2 വീട്, ഇവിടുന്ന് അങ്ങോട്ട് 4 വീട്. രാവിലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ വഴി ആൾക്കാർക്ക് നടന്നു പോകാനും വയ്യാത്ത സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടി സഹകരിച്ച് വണ്ടി വിളിച്ച് ഇതൊന്ന് റെഡിയാക്കാനുള്ള തീരുമാനമാണ് ഇരിക്കുന്നത്. ഈ ചെളി മാറ്റിയതിന് ശേഷം വേണം അങ്ങോട്ട് മറ്റു ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ. ശുചീകരണം എന്ന് പറഞ്ഞാൽ വീട് ഇന്നലെ ഞങ്ങൾ എല്ലാ വീടുകളും കഴുകി, പക്ഷേ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ അണുക്കളെല്ലാം കയറി ഒരുപാട് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരു സാധനങ്ങളും ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല. പിള്ളേരെയും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളുണ്ട്. അപ്പം അവരെല്ലാം പിള്ളേരെയും കൊണ്ട് പോയി. വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ ഒരു 3 മണിയായപ്പം വെള്ളം വീടിൻ്റെ തറ ലെവൽ വന്നു. പക്ഷെ പെട്ടെന്നാണ് വെള്ളം വീടിൽ നിന്ന് കയറിയത്. ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇന്നലെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മഴ അങ്ങനെ വൈകുന്നേരം രാത്രി പെയ്തേ ഉള്ളൂ, പകൽ പെയ്തില്ല അങ്ങനെ കാര്യമായിട്ട്. ആ നിലയിലാണ് നൗഫൽ സൂചിപ്പിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. കൊച്ചുകുട്ടികൾ അടക്കമുള്ള വീടുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. അവയൊക്കെ പൂർണ്ണമായും ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതകൾ ഈ വ്യക്തി സ്വന്തമായി JCB കൊണ്ടുവന്ന് വൃത്തിയാക്കുകയാണോ? സർക്കാരിന്റെ ഭാഗത്തുനിന്നോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ വല്ല സഹായം ഉണ്ടോ? നിലവിൽ ആ നിലയിലില്ല. ഇപ്പൊ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ ആളുകൾ കൂടി ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നമ്മളിവിടുത്തെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അത്തരം സഹായങ്ങൾ, ശുചീകരണത്തിനുള്ള സഹായങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ അതല്ല കാഴ്ച. നാട്ടുകാർ സഹകരിച്ച് ഒരുമിച്ച് ചേർന്നാണ് JCB എത്തിച്ച് ക്ലീനിങ് നടത്തുക. ഇന്നലെ വൈകിട്ട് തന്നെ ആദ്യഘട്ട ഒരു കഴുകി വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ ഇന്നലെ വീടുകളിലൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ത്രൂ ആയിട്ടുള്ള ഒരു 2ാം ഘട്ട ശുചീകരണത്തിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തോതിൽ സാധനങ്ങൾ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, അവയൊക്കെ മാറ്റേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത്. അതേസമയം ജില്ലയിലെ മറ്റിടങ്ങളിലേക്ക് നോക്കിയാൽ കുമളിയിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കുമളിയിൽ പലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരം നാശനഷ്ടങ്ങളൊക്കെ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നൗഫൽ, ഇടുക്കിയുടെ പല ഭാഗത്തും ഇപ്പോഴും വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ വീടുകളിലേക്കാണ് ഈ പരിക്ക് ഏറ്റിരിക്കുന്നത്. അത് വൃത്തിയാക്കുക എന്നുള്ളത് ചെറിയ പണിയൊന്നുമല്ല. സാധാരണഗതിയിൽ തന്നെ ഒരു വീട് വൃത്തിയാക്കുക എന്ന് വെച്ചാൽ വലിയ പണി. അപ്പോൾ ഈ ചെളിയും വെള്ളം കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ പറയണ്ട. എന്തായാലും അവിടെ ആ വൃത്തിയാക്കൽ പ്രവർത്തനങ്ങളൊക്കെ തുടരും. ഇനിയിപ്പോ കോഴിക്കോടൊക്കെ കേന്ദ്രീകരിച്ച് എന്താണ് മഴയുടെ വിവരങ്ങൾ? കൊച്ചിയിലുണ്ട്. അതെ, അപ്പോൾ ചോദിക്കാം. ആരിയും സലാമൊക്കെ റെഡിയാണ്. സലാം, എന്താണ് കോഴിക്കോട് മഴയുമായി ബന്ധപ്പെട്ടത്? ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലൊക്കെ പെട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് എല്ലാ വടക്കൻ ജില്ലകളിലും, വയനാട് ഒഴികെയുള്ള വടക്കൻ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അപ്പോൾ അതിശക്തമായ ഒരു മഴ തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ? ജിൽസി, നൗഫൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോഴിക്കോട് ജില്ലയിലെമ്പാടും വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് ലഭിച്ചത്. അത് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലാണ് ഏറ്റവും ശക്തിയായി മഴ പെയ്തത്. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത് കോഴിക്കോട് നരിക്കുനിയിലാണ്. നരിക്കുനി പുല്ലാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സുനീറ എന്ന് പറയുന്ന ഒരു യുവതി ഇടിമിന്നലേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർ വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന വസ്ത്രമെടുക്കുന്നതിന് വേണ്ടി വീടിന് പുറത്തിറങ്ങിയതാണ്. ആ സമയത്താണ് ഇവർക്ക് ഇടിമിന്നലേറ്റത്. പിന്നാലെ വീടിനുള്ളിലേക്ക് കടന്ന് ഈ കുട്ടിയോട്, ഇവരുടെ മകളോട് തനിക്ക് ഇടിമിന്നലേറ്റ കാര്യം പറയുകയും അതോടൊപ്പം കൊഴിഞ്ഞു വീഴുകയുമായിരുന്നു. പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആ രീതിയിൽ മഴക്കെടുതികളും കോഴിക്കോട് ജില്ലയിൽ രൂക്ഷമാണ്. അതുപോലെ താമരശ്ശേരി ചമലിൽ ഷിജു എന്ന് പറയുന്ന ആളുടെ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും നശിച്ച നിലയിലാണുള്ളത്. ഈ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ചക്കിട്ടപ്പാറയിലെ ഓനുപ്പുഴ, അതുപോലെ
ഈ പുതുപ്പാടിയിലെ മണൽവയൽ പുഴ, ഈ പുഴകളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ പരിസരത്ത് താമസിക്കുന്ന വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയ സ്ഥിതിയുമുണ്ടായി. അങ്ങനെ ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ തന്നെ ഏതെങ്കിലും അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായാൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകാനുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുമുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലാണ് ഏറ്റവും ശക്തിയായി മഴ പെയ്യുന്നത്. ഇന്ന് അല്പം ശമനമുണ്ട്. എന്നാലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായ മഴ പെയ്യാനും അതോടൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയുള്ള മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. ജിൽസി, നൗഫൽ.